Jesus is risen. യേശു ഉയർത്തെഴുന്നേറ്റു. He rose again. അവൻ വീണ്ടും He is ഉയർത്തെഴുന്നേറ്റു. still living. അവൻ ഇപ്പോഴും How many of you ജീവിക്കുന്നു. believe that Jesus is living and is very much evident on this planet Earth? എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റു, ഈ ഭൂലോകത്തിൽ താൻ ഉണ്ട് എന്ന്? Praise God. Amen. Amen. So we believe on a resurrected Christ. നാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. And I want to bring this message to you about resurrected Jesus ഞാൻ Christ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങളുമായി പങ്കിടട്ടെ. What I'm going to share today within a few minutes is this: faith that discovered the risen Lord. ഞാൻ നിങ്ങളോടുമായി പങ്കിടുന്ന സന്ദേശത്തിന്റെ തലക്കെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടെത്തിയ വിശ്വാസം. Faith that has discovered the risen Lord. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടെത്തിയ വിശ്വാസം. You know, there are different people that we find on basis on the day of resurrection. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം നാം നോക്കുമ്പോൾ വിഭിന്നമായ ആൾക്കാരെ നാം കാണുന്നു. 4 Gospels, they all give the details of resurrection. 4 സുവിശേഷങ്ങളും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വിവരിച്ചിട്ടുണ്ട്. Matthew took almost 5 to 6 verses to describe that. മത്തായി ഏകദേശം 5-6 വാക്യങ്ങൾ എടുത്ത് അത് വിവരിച്ചു. Mark used 3 verses to describe resurrection. മർക്കോസ് തന്റെ സുവിശേഷത്തിൽ 3 വാക്യങ്ങളിൽ അത് വിവർത്തിച്ചു. Luke used 6 verses to describe resurrection. ലൂക്കോസ് 6 വാക്യങ്ങളിൽ അത് എഴുതിയിരിക്കുന്നു. But John used 18 verses to describe resurrection. എന്നാൽ യോഹന്നാൻ 18 വാക്യങ്ങൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാണിക്കുന്നു. So John was the writer who wrote well, who described well about the day of resurrection. യോഹന്നാനാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തെ കുറിച്ച് ഏറ്റവും വിവർത്തിച്ച് എഴുതിയിരിക്കുന്നത്. Matthew doesn't give a lot of details. മത്തായി അതിനെക്കുറിച്ച് അധികമായി പറയുന്നില്ല. Mark doesn't say any details. മർക്കോസ് ഒന്നും തന്നെ പറയുന്നില്ല. Luke had limited details. ലൂക്കോസ് അതുപോലെ ചുരുങ്ങിയ വാക്യങ്ങളിൽ But എഴുതി. John presented every single thing of resurrection. എന്നാൽ യോഹന്നാൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ എല്ലാ കാര്യങ്ങളെയും വിവർത്തിച്ച് എഴുതുന്നു. So my message today will be based on Johannine thought. അതുകൊണ്ട് എന്റെ സന്ദേശം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ ചിന്തയിൽ നിന്നാണ്. Okay, there was a Friday, a painful Friday, which made a powerful Sunday. ഒരു വേദനാജനകമായ ഒരു വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ട് ഒരു ശക്തമായ ഞായറാഴ്ച ഉണ്ടായി. There was an epidemic of death on Friday. That's the reason why we have epitome of success on Sunday. മരണത്തിന്റെ ഒരു വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ഞായറാഴ്ച നാം ആഘോഷിക്കുന്നു. So Jesus went through a pain on Friday and he never anesthetized that pain. യേശു വെള്ളിയാഴ്ച വേദനയിലൂടെ മരിച്ചു. എന്നാൽ ആ വേദന കുറയ്ക്കുവാൻ താൻ മരുന്നുകളൊന്നും എടുക്കുന്നില്ല. Because anesthetizing that pain may affect the power of resurrection. കാരണം ആ വേദന കുറയ്ക്കാനുള്ള ഔഷധങ്ങൾ എടുത്താൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കുറയുകയാണ്. I want to tell this church a message today. ഈ സഭയോട് ഞാൻ ഇന്നൊരു സന്ദേശം പറയട്ടെ. When pain comes to you, വേദന വരുമ്പോൾ you know, we always go and take some painkillers. നാം ഓടിച്ചെന്ന് മരുന്നുകൾ എടുക്കാറുണ്ട്. We take painkillers to anesthetize that pain. ആ വേദന കുറയുവാനുള്ള ഔഷധങ്ങൾ എടുക്കാറുണ്ട്. But in Christian life, എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ when you have pain, വേദനയുള്ളപ്പോൾ do not anesthetize your pain. ആ വേദന കുറയ്ക്കുവാനുള്ള മാർഗം നോക്കരുത്. Don't anesthetize your pain. വേദന കുറയ്ക്കുവാൻ The level of your pain will determine the level of your healing and the level of your success. കാരണം വേദനയുടെ അളവനുസരിച്ചാണ് ജീവിതത്തിലെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അളവ് The കണക്കിടുന്നത്. level of pain of Jesus brought Jesus into a place of level of success and victory. യേശുവിന്റെ ജീവിതത്തിലെ വേദനയാണ് തന്റെ വിജയത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിനെയും തന്നെ കൊണ്ടുവരുന്നത്. I want you all to go through this book of John, the Gospel of John, chapter 20, and it's a long verses that we are going to read from verse 1 to verse 18. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ And വായിക്കാം. I want on this day, especially as we all are celebrating Easter Sunday, can we just rise up
for the reading of the word. ദൈവവചന വായനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. I want you all to rise up now. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. If we can, I don't know how good this will be, but if we can read from the words that you see over there on the screen, if we can read together. ഒന്നിച്ച് ഇവിടെയുള്ള വാക്യം നമുക്ക് നോക്കി ഒന്നിച്ച് വായിക്കാം. Are you ready? Can I get some amen? Amen. Ready? All right. Now on the first day of the week, Mary Magdalene went to the tomb early while it was still dark and saw that the stone had been taken away from the tomb. Then she ran and came to Simon Peter and to the other disciple whom Jesus loved, and said to them, "They have taken away the Lord out of the tomb, and we do not know where they have laid him." Peter therefore went out and the other disciple and were going to the tomb, for they both ran together, and the other disciple outran Peter and came to the tomb first. And he, stooping down and looking in, saw the linen cloth lying there, yet he did not go in. Then Simon Peter came, following him, and went into the tomb, and he saw the linen clothes lying there, and the handkerchief that had been around his head, not lying with the linen clothes, but folded together in a place by itself. Then the other disciple who came to the tomb first went in also, and he saw and believed. For as yet they did not know the scripture that he must rise again from the dead. Then the disciples went away again to their own homes. But Mary stood outside by the tomb weeping, and she wept. She stooped down and looked into the tomb, and she saw two angels in white sitting, one at the head and other at the feet, where the body of Jesus had lain. Then they said to her, "Woman, why are you weeping?" She said to them, "Because they have taken away my Lord, and I do not know where they have laid him." Now when she had said this, she turned around and saw Jesus standing there, and did not know that it was Jesus. Jesus said to her, "Woman, why are you weeping? Whom are you seeking?" She, supposing him to be the gardener, said to him, "Sir, if you have carried him away, tell me where you have laid him, and I will take him away." Jesus said to her, "Mary." She turned and said to him, "Rabboni," which is to say, "Teacher." Jesus said to her, "Do not cling to me, for I have not yet ascended to my Father, but go to my brethren and say to them, I am ascending to my Father and to your Father, and to my God and to your God." Mary Magdalene came and told the disciple that she had seen the Lord, and that she had spoken these things to her. May the Lord bless us all with this reading. ദൈവവചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. So you know the whole details of resurrection now. ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം നമുക്ക് നന്നായി ഇപ്പോൾ അറിയാം. Theologically, when we do an exegetical study of the word, ദൈവവചന ശാസ്ത്രപരമായി നാം ഇത് പഠിക്കുമ്പോൾ, this passage is known as a passage called sow passage. sow passage അല്ലെങ്കിൽ വിതയ്ക്കുന്ന ഒരു കണ്ട ഒരു അധ്യായം അല്ലെ കാണപ്പെടുന്ന ഒരു അധ്യായമായിട്ടാണ് അറിയുന്നത്. This passage is known as a sow passage, or proved passage, or somebody of eyewitnessing passage. കാണപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ ദൃക്സാക്ഷിയായ ഒരു അധ്യായമായിട്ടാണ് ഇത് കാണുന്നത്. Okay, so we will go a little detail. I want you to stay with me, because your focus is very important to this passage. ഇവിടെ നന്നായി ശ്രദ്ധിക്കണമേ, അത് വളരെ ആവശ്യമാണ്. Right, so I will be taking some root words. ചില മൂലവാക്യങ്ങൾ വായിക്കും. It is not to teach you Greek, അത് ഗ്രീക്ക് പഠിപ്പിക്കുവാനല്ല, like other botany, പഠിപ്പിച്ചതുപോലെ, but it is something very much related to this passage. എന്നാൽ ഈ അധ്യായത്തിന് വളരെ ആവശ്യമുള്ള ചില വാക്കുകൾ. As I told you, this is called sow passage or eyewitnessing passage. കാണപ്പെടുന്ന അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്ന് അറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. In English, for word sow is just one word, sow or see. ആംഗ്ലിക ഭാഷയിൽ ആ സോ അല്ലെങ്കിൽ കാണുക എന്നത് ഒരു പദമായിട്ട്. Then we have a different word called look. എന്നാൽ ലുക്ക് എന്നതിന് മറ്റൊരു പദമുണ്ട്. We have another word called perceived. എന്നാൽ കാണപ്പെടുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക, അതിന് വേറൊരു പദം. So those are few words, but we can use any word at any time.
എന്നാൽ ഈ പദങ്ങൾ എങ്ങനെ വേണമെങ്കിലും എവിടെയും ഉപയോഗിക്കാം. And in English, we don't have a particular rule to use these words in a particular context. ഇംഗ്ലീഷിൽ ഇന്ന പദം ഇന്ന ഇടത്ത് ഉപയോഗിക്കണമെന്ന് പ്രത്യേക നിയമങ്ങളില്ല. But this is same thing with Malayalam too. മലയാളത്തിലും അങ്ങനെ തന്നെ. You can use word, what is that? So nokuga, kanuga. You can use this for any context. കാണുക എന്ന പദം ഏത് രീതിയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. But in Greek, every word has a context to be fixed with it. എന്നാൽ ഗ്രീക്ക് പദം ഉപയോഗിക്കുമ്പോൾ എല്ലാ പദങ്ങളും അതിന് പ്രത്യേക രീതികളുണ്ട് ഉപയോഗിക്കുവാൻ. So that's the reason why we go with the more of details of the literature, the original language. അതുകൊണ്ടാണ് അതിന്റെ മൂലപദങ്ങൾ ഗ്രീക്ക് പദത്തിൽ ഉപയോഗിക്കുന്നത്. Okay, there are many words for so, but I have picked 4 words that is in this passage. കണ്ടു എന്ന അനേക പദങ്ങൾ അതിനു മുമ്പായി ഉപയോഗിക്കാം. എന്നാൽ 4 പദം എടുത്ത് ഉപയോഗിക്കുന്നു. In Greek, there are 4 words used to express so. 4 പദങ്ങളാണ് സോ എന്ന വാക്യം അല്ലെ കണ്ടു എന്ന വാക്യത്തിന് എടുത്തിരിക്കുന്നത്. Especially with this context. ഇതിനോട് സംബന്ധിച്ച് Number 1 is blepe. ഒന്നാമത് ബ്ലെപ്പെ എന്ന പദം. Blepe means observing look. നിരീക്ഷിക്കുക എന്ന പദമാണ്. Blepe means observing look. നിരീക്ഷിക്കുക. Second word is theorai. തിയോറായി എന്നത് that is investigating or testing look. അന്വേഷിക്കുക അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കുക. Third is aiden. എയ്ഡൻ എന്ന മൂന്നാമത്തെ പദം understanding and accepting look. മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. The fourth that is been used in this passage is parakupsen. പാരകൂപ്സൻ എന്ന 4ാമത്തെ പദം that is curious look. ആകാംക്ഷയോടെ നോക്കുക. But okay, when I said all this, you won't understand too much of this. But let me express this. I'm not a good actor, but let me express this. പ്രകടിപ്പിച്ചു പറയാം. Okay, I will just express. Then you will know it more. So like blepe is, you know what? You're observing. It's blepe. You're observing. Okay? He won't be translating. Just pause a minute. You're right. So blepe is like this. This is blepe. Investigating and testing is this is investigating look. Okay, this is investigating look. Third is understanding look. This is understanding look, or this is called accepting look. Understanding. And there is a curious look. You are seeing something, but you want to see something that is unseen. That is a curious look. You are seeing some reality, but you are not seeing that reality. You are seeing an unseen thing in the seen realm. ചില കാര്യങ്ങൾ നാം വളരെ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ചിലത് കാണുന്നുണ്ടല്ല അതിനേക്കാൾ ഉപരി അതിൽ അർത്ഥമുണ്ട് അത് മനസ്സിലാക്കുവാൻ നോക്കുന്നു. These are just basics of these words which will make this message more powerful in our life. ഈ പദങ്ങൾ ഉപയോഗിച്ച് നാം ഇത് പഠിക്കുമ്പോൾ ഈ സന്ദേശം അതിൽ ഉപരിയായ അർത്ഥവത്താണ്. Are you ready? It is just an introduction. Are you ready? Hello? All right. So there are 4 words. Okay, kids over here don't learn in Greek, but let's just say that. Number 1, the look is observing look. ആദ്യത്തേത് നിരീക്ഷിച്ചു നോക്കുക. Second look is investigating and testing look. പരീക്ഷണത്തോടെ നോക്കുക. Third, how do you do that? Understanding and accepting look. And number 4, curious look. All right. Now let's go to the verses. Chapter number 20 and verse 1. Now on the first day of the week, Mary Magdalene went to the tomb early while it was still dark and come on everyone, and saw that show is blepe. അവിടെ മറിയ ചെല്ലുമ്പോൾ അവിടെ കണ്ടു എന്നതിന് ബ്ലപ്പെ എന്ന പദത്തിൽ. So see, Mary came early in the morning. Everybody listen to this now. Mary came early in the morning. മറിയ അതിരാവിലെ എഴുന്നേറ്റ് അവിടെ It ചെല്ലുന്നു. was still dark. ഇരുട്ടുള്ളപ്പോൾ തന്നെ She went to the tomb, അവൾ കല്ലറയ്ക്കൽ ചെല്ലുന്നു. to the grave. കല്ലറയ്ക്കൽ And ചെല്ലുന്നു. as soon as she went over there, അവിടെ ചെന്നപ്പോൾ she blepe. That means she observed.
അവൾ നിരീക്ഷിച്ചു And what was the observation? എന്താണ് അവൾ അന്വേഷിക്കുന്നത്? The stone had been rolled away from the tomb. കല്ല് അവിടെ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. Now her observation, her sight, she was observing one thing, and what was the thing that she observed? She saw the stone is rolled away. Did she look anything more? അവളവിടെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയത് കല്ല് മാറ്റപ്പെട്ടിരുന്നത് മാത്രമാണ്. And what did she do then? അവൾ എന്താണ് ചെയ്യുന്നത്? She didn't go in. അവൾ അകത്ത് പ്രവേശിച്ചില്ല. She didn't see anything. മറ്റൊന്നും കണ്ടില്ല. But what did she do? എന്ത് ചെയ്യുന്നു? She ran. അവൾ അവിടുന്ന് ഓടി. And after running, she came to Simon Peter and the other disciple. This is John, so humble. He don't want to mention his name, so he wrote other disciple. മറിയ അവിടുന്ന് ഓടി ശിമയോൻ പത്രോസിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും അടുത്ത് വന്നു. യോഹന്നാൻ തന്റെ താഴ്മയിൽ തന്റെ പേര് പോലും അവിടെ ഉപയോഗിക്കുന്നില്ല. And he is saying other disciple, that means it is John. മറ്റ് ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ And now listen, what is she saying? എന്താണ് മറിയ പറയുന്നത്? They have taken away the Lord out of the tomb, and we do not know where they have. Did she really look into the body? മറിയ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവൾ അകത്ത് നോക്കിയായിരുന്നു. This will be a rhetoric message. Rhetoric message means I will talk and you will talk back to me, okay? All right. So she didn't see anything inside the tomb. മറിയ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കുന്നില്ല. But she made an assumption. എന്നാൽ അവൾ ഒരു ഊഹിച്ചു. What is an assumption? എന്താണ് തന്റെ നിരൂപണം? Somebody has taken the body of Jesus Christ. ആരോ യേശുവിന്റെ ശരീരം മാറ്റി. Let me pause for a while over there. ഞാൻ അവിടെ ഒന്ന് നിർത്തട്ടെ. But I want to tell you a reality here. ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം. When she was going to the tomb, അവൾ കല്ലറയിലേക്ക് പോകുമ്പോൾ she had a sense of fear. അവൾക്ക് അല്പം ഭയമുണ്ടായിരുന്നു. She had a sense of insecurity. അല്പം സുരക്ഷിതമില്ലായ്മ ഉണ്ടായിരുന്നു. She had this kind of a little fear. അല്പം ഭയമുണ്ടായിരുന്നു. But she overcame that. എന്നാൽ അതിനെ താൻ അതിജീവിച്ചു. Somehow she made her way to the tomb. എങ്ങനെയോ കല്ലറയ്ക്കലെത്തി. But there was deep inside her heart there was a fear. അവിടെ ഹൃദയത്തിലുള്ള ഒരു ഭയമുണ്ടായിരുന്നു. And when the fear and the circumstance came together, ഭയവും സാഹചര്യവും ഒരുമിച്ച് വന്നപ്പോൾ, when you have a fear, നമുക്ക് ഏതോ ഒന്നിനെ കുറിച്ച് ഭയമുള്ളപ്പോൾ, enemy will bring a circumstance that will eclipse that fear. ആ ശത്രു എപ്പോഴും ഒരു സാഹചര്യം ഒരുക്കും ആ ഭയത്തിന് ഒത്തവണ്ണം. Have you ever noticed this? അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? You feel like, oh man, I should not get an accident, I should not get an accident, I should not get an accident, and then you end up in an accident. നാം ഒരു അപകടത്തിൽ പെടല്ലേ എന്നുള്ള ഭയത്തോടു കൂടെ പോകുമ്പോൾ ആയിരിക്കും ഒരു അപകടത്തിൽ പെടുന്നത്. Many times you get to a job and say, I don't want to see that man, I don't want to see that man, I don't want to see that man, and there he comes in front of you. നാം ജോലിയിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയെ കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്നായിരിക്കും കാണുന്നത്. And you go to an event, you say, I don't want to see that, that should not happen, that should not happen, exactly it happens. മറ്റൊരു കാര്യം നാം കണ്ടല്ലേ സംഭവിക്കില്ലെന്ന് ചെയ്യുമ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്. Let me make that message very clear to you. അത് നിങ്ങളുമായി ഞാൻ നല്ലപോലെ വിവർത്തിച്ചു. Church, do not entertain your fear inside you, because this enemy is so cunning that he will bring the circumstance that will eclipse your fear and you will end up in making negative assumptions. നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ നമ്മൾ വളരുവാൻ അനുവദിക്കില്ല. കാരണം ശത്രു ആ ഭയത്തെ ആയിരിക്കും യാഥാർത്ഥ്യമാക്കുന്നത്. The thing that you develop as a fear, ഒരു ഭയം നാം വളർത്തിയെടുക്കുമ്പോൾ, and when this fear get into a circumstance, ആ ഭയം ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ, you will end up in negative assumption. അങ്ങനെയുള്ള നാം വിപരീതമായ ചിന്തയിലാകുകയാണ്. Because how did Mary come up with this assumption that somebody has taken the body of Jesus Christ? എങ്ങനെയാണ് മറിയ ഈ നിരൂപണത്തിലെത്തി ആരോ കർത്താവിന്റെ ശരീരം എടുത്തു? How did she end up in that assumption? എങ്ങനെ മറിയ അത് നിരൂപിച്ചു? She didn't see that. അവൾ കണ്ടില്ല. Nobody said that. മറ്റാരും There പറഞ്ഞില്ല. is no proof for that. അതിന് തെളിവില്ല. Just made an assumption. അവൾ അങ്ങനെ ആലോചിച്ച് നിരൂപിച്ചു. Let me remind you, church, over here. സഭയെ ഞാൻ I ഓർപ്പിക്കട്ടെ. want to bring a message to you. ഒരു സന്ദേശം Looking into your life, നിങ്ങളുടെ ജീവിതത്തിൽ, looking into your family, കുടുംബത്തെ നോക്കുമ്പോൾ, looking into your health,
ആരോഗ്യം നോക്കുമ്പോൾ you know that you may be fearing something today. ചില ഭയങ്ങൾ ഉള്ളിൽ കാണും. Looking at your doctor's report, നിങ്ങളുടെ ഡോക്ടറുടെ looking into the report of the boss, കഴിഞ്ഞ കാലത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ anything that you look into, ഏത് കാര്യം you നോക്കിയാലും may be fearing something. ഒരു ഭയമുണ്ട്. And when that fear comes in front of a circumstance, ആ ഭയം ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ something happens around you that will eclipse that fear. നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ ആ ഭയത്തെ യാഥാർത്ഥ്യമാക്കും. That will end up in making negative assumptions. അങ്ങനെയുള്ളപ്പോൾ നാം വിപരീതമായ ചിന്തകൾ വളർത്തും. I want to tell you, church, സഭയോട് ഞാൻ പറയട്ടെ, fight when the fear comes in your mind. ഭയം വരുമ്പോൾ നാം യുദ്ധം ചെയ്യണം. Don't entertain fear till you see the circumstance. ഭയത്തെ ഒരു സാഹചര്യത്തിൽ എത്തുന്നത് വരെ വളർത്തുവാൻ In the name of Jesus. യേശുവിന്റെ Come on, church, in the name of Jesus. യേശുവിൻ നാമത്തിൽ Every fear that you see in front of you, നമ്മുടെ മുമ്പിൽ കാണുന്ന ഭയമൊക്കെ any kind of fear it may be, ഏത് the ഭയമായാലും fear of losing somebody, ആരെങ്കിലും the നഷ്ടപ്പെടുക, fear of crisis, ഏതെങ്കിലും the നെടുവീർപ്പ്, fear of death, മരണത്തിന്റെ the ഭയം, fear of report, മറ്റൊരു റിപ്പോർട്ടിന്റെ ഭയം, cast it out in the name of Jesus Christ. എല്ലാം യേശുവിൻ Come on, can somebody say amen to this today? I want you to rule it out today. നിങ്ങൾ അതിനെ Don't wait for another happening. മറ്റൊന്ന് സംഭവിക്കുന്നത് Don't wait for another episode of your life. മറ്റു ജീവിതത്തിലെ ഒരു But സാഹചര്യം right now, command in the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let the fear go out. ഭയം പോകട്ടെ, Let the fear go out. ഭയം പുറത്താകട്ടെ. If you won't stop it now, ഇപ്പോൾ നിർത്തുന്നില്ലെങ്കിൽ it will become your belief. അത് നിങ്ങളുടെ വിശ്വാസമായി It മാറും. will become your belief. അത് വിശ്വാസമായി മാറും. Because fear of Mary became the belief of Mary. കാരണം മറിയയുടെ ഭയം അവിടെ ഒരു വിശ്വാസമായി. Now see, she believed. She assumed and she believed it. അവൾ അങ്ങനെ നിരൂപിച്ചു, അത് വിശ്വസിച്ചു. And I want to tell you the power of negative assumption. വിപരീതമായ ചിന്തയുടെ അതിന്റെ ആപത്ത്. The power of negative assumption. വിപരീതമായി നാം ചിന്തിക്കുന്നതിന്റെ ശക്തി, It is very contagious. അത് വളരെ പകരുന്നതാണ്. One in family, if you are possessed with negative assumption, the whole family is going to be affected. കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ വിപരീതമായ ചിന്ത ഉണ്ടെങ്കിൽ എല്ലാവരിലേക്കും അത് പകരും. One person in church, if they are affected by this negative assumption, the whole church is affected. സഭയിലെ ഒരു വ്യക്തിക്ക് അതുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് പകരും. One negative person can kill the whole family. ഒരു വിപരീതമായ ചിന്തിക്കുന്ന വ്യക്തി കുടുംബത്തെ എല്ലാം തകർക്കും. Mary developed this assumption. മറിയ ഈ ചിന്ത വളർത്തി. And now what happened? What happened, everybody? Come on here. What happened? She ran to disciples, Simon Peter and the other disciple. Who is that? John. And what she said? They have taken away the Lord out of the tomb, and we do not know where they. Is there? മറിയ ഓടി ശിമോൻ പത്രോസിനെയും യോഹന്നാനെയും അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അവർ യേശുവിനെ എവിടെയോ എടുത്തു മാറ്റി, നമുക്ക് എവിടെ വെച്ചിരിക്കുന്നെന്ന് See അറിയത്തില്ല. the next verse now, verse number 3. മൂന്നാം വാക്യം വായിക്കാം. See the verse number 3. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. Now listen, as soon as they heard the negative assumption, what did they do? They ran. They went out. They ran. Now there was a running race over there. വിപരീതമായ ചിന്ത കേട്ടപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവരും ഓടി കല്ലറയ്ക്കലെത്തി. Hello, let's see this running race. Who won this? Who won this race? Who won this race? John won this race. Okay, so both of them are running towards the grave. ഓട്ട മത്സരത്തിൽ യോഹന്നാൻ ജയിക്കുകയാണ്. And Bible says Peter therefore went out and the other disciple is John and were going to the tomb. And verse number 4. So they both, come on everybody, they both ran together, and the other disciple Peter and came to the tomb. So who came to the tomb first then? John. യോഹന്നാൻ അവരുടെ ശിഷ്യന്മാർ ഓട്ട മത്സരത്തിൽ ഓടുമ്പോൾ മറ്റു ശിഷ്യൻ പത്രോസിനെ കടന്ന് മുൻപേ എത്തുകയാണ്. Okay, the same verse again. So what happened when John reached there? What happened the next? He stooped down and looking in. So this is again blepe. ഇവിടെ പിന്നെയും ആവർത്തിച്ച് ഇത് കുനിഞ്ഞു നോക്കി ഇതിനെ പിന്നെയും ബ്ലപ്പയല്ല കണ്ടു നിരീക്ഷിച്ചു. So when Mary came in, she saw, she observed and she ran. മറിയ വന്നപ്പോൾ നിരീക്ഷിച്ചു നോക്കി അവിടുന്ന് ഓടി. Now John and Peter, they came together, and John came first, and what he did?
he also observed. യോഹന്നാനും പത്രോസും ഓടി. യോഹന്നാൻ ആദ്യം വന്നു, അവനും ഇത് തന്നെ നോക്കി. So he came in, he saw everything, and then what he did? He stayed there. And then verse number 5. Okay, verse number 4, disciple outwent Peter and came to the tomb first, and he stooping down. That is John stooping down and looking in, saw the linen clothes. So what is that he's seeing now? And then Simon Peter came following him, went into the tomb, and he saw. This so is theory. ഇവിടെ ഇതിന് അല്ലെങ്കിൽ testing and investigation. പരീക്ഷിച്ചു നോക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. So John came in and observed. യോഹന്നാൻ വന്ന് നിരീക്ഷിച്ചു. And he stood there. അവൻ അവിടെ നിന്നു. He stopped there. അവൻ അവിടെ He didn't want to go inside. അവനകത്ത് പ്രവേശിച്ചു. But you know how Peter is, right? പത്രോസിനെ നമുക്കറിയാമല്ലോ. He is very outgoing person. അവൻ വളരെ മുൻപോട്ട് നിൽക്കുന്ന He വ്യക്തിയാണ്. is not an observer. അവൻ വെറും നിരീക്ഷിച്ച് നിൽക്കുന്നില്ല. He tests everybody. He tested Jesus too. യേശുവിനെ പോലും പരീക്ഷിക്കുന്നു. Are you really walking on water? നീ യഥാർത്ഥമായി വെള്ളത്തിന്മേൽ നടക്കുമോ? Really? Can I also walk? എനിക്ക് നടക്കുവാനൊക്കെ. I want to test that. എനിക്കും അത് പരീക്ഷിക്കണം. So he was a tester all the time. അവൻ എപ്പോഴും ഇങ്ങനെ പരീക്ഷിക്കുന്ന വ്യക്തിയാണ്. Investigator among the disciples. ശിഷ്യന്മാരുടെ മധ്യത്തിൽ So പരീക്ഷിക്കുന്ന വ്യക്തി. John came and observed. He's a man, he's a simple guy. യോഹന്നാൻ സാധാരണ വ്യക്തിയാണ്. ഓടി വന്ന് നോക്കുന്നു. Observed and said, gone. അവൻ നോക്കിയിട്ട് പറഞ്ഞു, പോയല്ലോ. And then Peter came in and he investigated. In his investigation, what did he see? പത്രോസ് തന്റെ നിരീക്ഷണത്തിൽ എന്താണ് കാണുന്നത്? Linen clothes lying down, and there is another thing. What is that? An handkerchief. See, verse 9, verse 7. An handkerchief that had been around his head, not lined with linen clothes, but in a place of itself. Now listen, I want you to get into this grave. Please get into this grave. കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കാം. You have a handkerchief. Anybody a calf? Can I get a calf, please? Just give me a calf. That's all. Scarf. Okay. And a small scarf. A small one. Do you have a small one? Yeah. So this linen cloth is used normally to cover the body. When a dead body is covered with the linen clothes. When they do the embalmings, they cover this. മരിച്ചു കഴിയുമ്പോൾ ശവശരീരം കെട്ടുവാൻ ഉപയോഗിക്കുന്ന ശീലകൾ. And that covers the body. അത് ശരീരത്തെ മറയ്ക്കുന്നു. But there was another thing that covers the head. തല മൂടുവാൻ മറ്റൊന്നുണ്ടായിരുന്നു. During embalming they cover the head. എംബാം ചെയ്യുമ്പോൾ തല മൂടുന്നത്. But Bible says ദൈവവചനം പറയുന്നു, the linen clothes was lying down somewhere like this. ശീലകൾ എവിടെയോ മാറിക്കിടന്നു. But this was folded well. എന്നാൽ റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. And that is towards the portion of head. അത് തല വെച്ചിരിക്കുന്ന ഭാഗത്ത്. Old Calvinists know this because they do remember one of my message earlier. പാസ്റ്ററുടെ അനേക സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള കാൽവിനിയൻസിന് ഇതറിയാം. Okay, and for the new one who came in new, I will discuss that one too. പുതിയതായിട്ട് വന്നവരോട് ഞാൻ അത് പറയാം. Okay, so Peter saw this. പത്രോസ് ഇത് കണ്ടു. He investigated. അവൻ അത് പരീക്ഷിക്കുകയാണ്. Oh, linen. And then his investigation is folded handkerchief. അത് മടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന റുമാലി കണ്ടു. And then Bible says the next step, going back to the verse, the next step, the other disciples, this Peter came one more step ahead of John because John stood outside and Peter came inside and he just looked in everything, investigated everything, and then the other disciple, verse 8, the other disciple who came to the tomb first went. So that means when Peter came in, John was outside, right? ആദ്യം പത്രോസ് ആണ് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ പുറത്തായിരുന്നു. And now he also came. ഇപ്പോൾ യോഹന്നാനും വന്നു. And then what he did? He saw and believed. What did he believe? That Jesus was resurrected from the dead? He believed the negative assumption of Mary.
യോഹന്നാൻ അകത്ത് കയറി ഇത് കണ്ടിട്ട് അവനും മറിയ പറഞ്ഞ വിപരീത സന്ദേശം വിശ്വസിക്കുകയാണ്. This may be his whole acting. He went and said, യോഹന്നാനും ഇതുപോലെ ചിലപ്പോൾ അഭിനയിച്ചു കാണും. see that? Yeah. Whatever she said, that's absolutely right. അവൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കാം. Because Bible clearly says, for they did not know the scripture that he must. കാരണം ദൈവവചനം വ്യക്തമായി പറയുന്നു അവർക്ക് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വചനം അറിയത്തില്ലായിരുന്നു. You know, Mary was not a theologian. മറിയ ദൈവശാസ്ത്രപരമായി പഠിച്ച വ്യക്തിയല്ലായിരുന്നു. She never received the teaching, lot of teachings of Jesus Christ. യേശുവിന്റെ അനേക പഠിപ്പീരുകൾ പ്രാപിച്ചിട്ടില്ല. She don't know Torah. തോറ നന്നായി അറിയത്തില്ല. She doesn't know Old Testament scripture. പഴയ നിയമ വചനങ്ങൾ So അറിയത്തില്ല. first when she came to tomb, അവൾ കല്ലറയ്ക്കൽ വന്നപ്പോൾ she observed അവൾ നിരീക്ഷിച്ചു, and made an assumption. അവൾ ഊഹിച്ചു. She had a fear, ഭയമുണ്ടായിരുന്നു, made an assumption, ഒരു നിരൂപണത്തിലെത്തി. and her assumption was so contagious. ആ നിരൂപണം പകർന്നു. Even the theological degree holder disciples were affected by this negative assumption. ദൈവശാസ്ത്രം നന്നായി അറിയാവുന്ന ശിഷ്യന്മാർക്ക് പോലും And they ran to see what she said was right or wrong. അവൾ പറഞ്ഞത് ശരിയോ അല്ലയോ എന്ന് നോക്കുവാൻ ശിഷ്യന്മാർ They did their research inside there. അവരും ആ കല്ലറയ്ക്കുള്ളിൽ അവർ പഠിക്കുകയാണ്. They went inside, saw there was no body. അവർ പ്രവേശിച്ചു, ശരീരമില്ല എന്ന് കണ്ടു. Linen cloth is lying there. ശീലകൾ അവിടെ കിടക്കുന്നു. And this handkerchief is folded by itself. റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. It is believed that Jesus folded that handkerchief. വിശ്വസിച്ചിരിക്കുന്നത് യേശു തന്നെ അത് മടക്കി വെച്ചു. I want to tell you about the secret of that one too. അതിന്റെ രഹസ്യവും ഞാൻ പറയാം. You know, in the context that was written, there was a Greco-Roman word in the context. ആ റോമ ചരിത്ര പാരമ്പര്യത്തിൽ എഴുതിയപ്പോൾ The wealthy people had a lot of slaves. ധനികന്മാർക്ക് അടിമകൾ ഉണ്ടായിരുന്നു. And there are slaves who will work as waiters while serving food. ആഹാരം വിളമ്പുവാൻ നിൽക്കുന്ന അടിമകൾ ഉണ്ടായിരുന്നു. So this wealthy man or the boss of the house, when he is eating food, ആ വീട്ടിലെ നായകൻ ആഹാരം കഴിക്കുമ്പോൾ there is a handkerchief that we all used to get when we go to restaurant. നാമും റെസ്റ്റോറന്റ്സിൽ പോകുമ്പോൾ മടക്കി തരുന്ന റുമാലുകൾ ഉണ്ടല്ലോ. There is a rule of this handkerchief. അങ്ങനെ അതിനൊരു റൂളുണ്ട്. There is a rule of using your fork and spoon. You hope you know that, right? എങ്ങനെയാണ് ഫോർക്ക് സ്പൂൺ ഉപയോഗിക്കേണ്ട ചില എത്തിക്സ് ഉണ്ട്. Yeah, if you keep it open, that means you want to have it. When you are done, you have to close that fork and the spoon. ഫോർക്ക് മലത്തി വെച്ചാൽ നാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ആഹാരം വേണം. അത് കമഴ്ത്തി വെച്ചാൽ നമ്മുടെ ആഹാരം കഴിഞ്ഞു എന്നാണ്. There was an Indian guy who went to a restaurant. ഒരു ഇന്ത്യൻ വ്യക്തി റെസ്റ്റോറന്റിൽ പോയി. And he went to, this was a restaurant in British colony. ബ്രിട്ടീഷ് കോളനിയിൽ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റ്. And they go with rules. അവർ നിയമങ്ങൾ നല്ലപോലെ പാലിക്കാറുണ്ട്. So this guy didn't know any rule as such. ഇദ്ദേഹത്തിന് നിയമങ്ങളൊന്നും അറിയത്തില്ല. So when he went over there and he want to eat food, and then they showed, okay, he didn't open and close, and then they had to really teach him, you know what, if you keep an open fork, you will get more food, and if you close a fork, you won't get food. അദ്ദേഹത്തെ അവർ പഠിപ്പിച്ചു എങ്ങനെ ഫോർക്ക് വെച്ചാൽ ആഹാരം കിട്ടും, എങ്ങനെ കമഴ്ത്തി വെച്ചാൽ അത് തരത്തില്ല. He ate as much as he could. അദ്ദേഹത്തിന് ഒക്കുന്നതൊക്കെയും കഴിച്ചു. And every time when he comes, waiter comes and says, may I help you, sir? വെയിറ്റർ വന്ന് ചോദിക്കും, ഞാൻ സഹായിക്കട്ടെ. The spoons and forks are always open. ഫോർക്കും സ്പൂണും എപ്പോഴും This waiter was tired of giving everything. ഇവിടെ വെയിറ്റ് ചെയ്ത ആൾക്ക് ക്ഷീണിതനായി. And then a time came and he understood that waiter is tired about it. ഇദ്ദേഹത്തിന് മനസ്സിലായി വെയിറ്റർ പോലും ക്ഷീണിച്ചു. Then he put his spoon and fork like this. അദ്ദേഹം തന്നെ സ്പൂണും ഫോർക്കും ഇങ്ങനെ നിർത്തി. And waiter came and said, may I help you, sir? അദ്ദേഹം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ. I know this, but I don't know this. അദ്ദേഹം പറഞ്ഞു, കമഴ്ത്തുന്നതിനും മലത്തി വെക്കുന്നതിനും അർത്ഥം എനിക്കറിയാം, എന്നാൽ ഇങ്ങനെ നേരെ നിർത്തിയാൽ എന്താണ്? He said, bhai, agar kuch bacha hai to aur de do, nahi to rehne do. എന്ന് വെച്ചാൽ ഇനിയും എങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോവാമെന്ന്. That means if you have anything left, give me, or just leave me. അല്ലെങ്കിൽ ഇനിയും ആഹാരം ബാക്കി ഉണ്ടെങ്കിൽ വിളമ്പാം. Anyhow, let me come back to the portion here. So the folded handkerchief means I am not yet done. ചുരുട്ടി വെച്ചിരിക്കുന്ന റുമാലിന്റെ അർത്ഥം ഞാൻ എന്റെ പ്രവൃത്തി ചെയ്ത് തീർന്നില്ല. While eating, if this honor has to go somewhere, while eating,
if this owner has to go somewhere, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യജമാനൻ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ, if this master has to take a break, ഈ യജമാനൻ അല്പം മാറി നിൽക്കണമെങ്കിൽ, he won't say that to the waiters there. അദ്ദേഹം അടിമയോട് അത് പറയത്തില്ല. If he fold his napkins there, തന്റെ റുമാല് നല്ലപോലെ ചുരുട്ടി that means വെക്കുകയാണെങ്കിൽ, stay there until I come back. അതിന്റെ അർത്ഥം ഞാൻ മടങ്ങി വരുന്നത് വരെയും നീ അവിടെ കാണണം. And John saw this, യോഹന്നാൻ അത് കണ്ടു, Peter saw this, പത്രോസും അത് കണ്ടു. and they know that now Jesus may come during the end time when everybody will resurrect. അവർക്കറിയാം യേശു ക്രിസ്തു ഇനി അവസാന കാലത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വരുമെന്ന്. But there was a message of Jesus Christ to the church. എന്നാൽ യേശുവിന്റെ ഒരു സന്ദേശം സഭകളോടുള്ളത്, I have not yet done. ഞാൻ എന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല. I am taking a short break. ഞാൻ അല്പസമയത്തേക്ക് മാറുകയാണ്. But I am going to play my second inning. എന്നാൽ എന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് ഞാൻ കളിക്കുമ്പോൾ, This is just the end of first inning. എന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ My അവസാനം, second inning is yet to be there. രണ്ടാം ഭാഗം തുടങ്ങുവാൻ പോകുന്നതേ That ഉള്ളൂ. is the way I went out to death. I am coming back. ഞാൻ മരണത്തിലേക്ക് പ്രവേശിച്ചതുപോലെ മടങ്ങി വരും. But John and Peter, they never thought about it. എന്നാൽ യോഹന്നാനും പത്രോസും ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. He investigated. Oh, that means Jesus now on the day of resurrection he will resurrect. ഇതെല്ലാം പരീക്ഷിച്ചു. പിന്നെ അവർ വിശ്വസിച്ചു, ഇനി ഉയർപ്പിന്റെ ദിവസം യേശു വരും. Somebody might have taken the body. ആരോ ശരീരം കൊണ്ടുപോയി And കാണും. he believed. അവരത് വിശ്വസിച്ചു. And Bible says in verse that the disciples went away again to their own ദൈവവചനത്തിൽ പറയുന്നു, അവർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. That means they didn't go to church. അവർ പിന്നെയും ചർച്ചിൽ പോയില്ല. There is no reason to go to church ഇനിയും അതിന്റെ ആവശ്യമില്ലല്ലോ. because they have taken the body of Jesus കാരണം Christ. യേശുവിന്റെ ശരീരം അവർ കൊണ്ടുപോയി. They believed the negative assumption of Mary, വിപരീതമായ ചിന്ത മറിയയിൽ നിന്നുള്ളത് അവർ വിശ്വസിച്ചു. but they went on to their homes. എന്നാൽ അവരുടെ വീടുകളിലേക്ക് Verse പോയി. 11 says, 11 വാക്യം, verse 11 says, but Mary stood outside by the tomb weeping. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. Disciples observed. ശിഷ്യന്മാർ നോക്കി. Oh, they made a good research. അവര് പരീക്ഷിച്ചു. Investigated. അവർ നല്ലപോലെ അന്വേഷിച്ചു. Tested. അവർ പരീക്ഷിച്ചു. Finally certified. അത് പിന്നെ സർട്ടിഫൈ ചെയ്തു. Certified that now they are not going to see Jesus. അവർ സർട്ടിഫൈ ചെയ്ത് ഇനി യേശുവിനെ Oh, the കാണുന്നില്ല. body is taken. ശരീരം എടുത്തുകൊണ്ടുപോയി. But the same Mary ഈ മറിയ തന്നെ didn't have too much of education. അധികം വിദ്യാഭ്യാസമില്ല. Didn't have too much of knowledge. അധികം ജ്ഞാനമില്ല. Don't have great experience. വലിയ അനുഭവങ്ങളില്ല. Don't have too many stories with Jesus Christ. അനേക യേശുവുമായിട്ടുള്ള കഥകളില്ല. But there was something inside her. എന്നാൽ അവളിൽ ഉള്ളത് That was the love towards Jesus. യേശുവിലേക്കുള്ള The സ്നേഹം. love towards Jesus. യേശുവിനോടുള്ള സ്നേഹം. Disciples walked away. ശിഷ്യന്മാർ നടന്നുപോയി. Investigators walked away. ശിഷ്യന്മാർ നടന്നുപോയി. Researchers walked away. അന്വേഷിക്കുന്നവർ But നടന്നുപോയി. Mary said, മറിയ പറഞ്ഞു, "Where there is nothing for me to go home now. ഇനി പോകുവാൻ Oh ഒന്നുമില്ല. Lord, where will I go? ഞാൻ എവിടെ പോകും? I have only this place." ഈ സ്ഥലം മാത്രമേ She ഉള്ളൂ. stayed there. അവനെ കൊണ്ടുപോയി. Bible says, ദൈവവചനം പറയുന്നു, the love that covers multitude of sin. സകല പാപത്തെയും മൂടുന്ന സ്നേഹം. Oh, 1 Peter chapter 3 says that. ഒന്ന് പത്രോസിൽ Chapter പറയുന്നു, 5 says that. നാലാമത്തെ എട്ടാം Love വാക്യം. covers multitude of sin. പാപങ്ങളുടെ Ephesians chapter 3 says, Ephesians chapter 3 says, എഫേസ്യർ 3 ഇങ്ങനെ പറയുന്നു, and verse 19 says, 19 വാക്യം, oh, love that surpasses all knowledge. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. This was inside Mary. അത് മറിയയ്ക്കുള്ളിൽ She ഉണ്ടായിരുന്നു. stayed there. അവൾ അവിടെ നിന്നു. Now there is no reason, it is already certified. ഇനിയും മറ്റൊന്നും അന്വേഷിക്കുവാനല്ല, മുദ്രയിട്ടു. Already certified by the disciples. ശിഷ്യന്മാരാൽ മുദ്രയിട്ടു. Now she had a certified report in her hand. അവരുടെ കയ്യിൽ മുദ്രയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ട്. This is the message that I want to pass it to the church. ഇതാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്ന There will സന്ദേശം. be people who might have tested. അനേകർ സാക്ഷി പറഞ്ഞു There may കാണും. be people who might have investigated. അനേകർ അന്വേഷിച്ചു കാണും. There may be people and reports that is certified. സർട്ടിഫൈ ചെയ്ത റിപ്പോർട്ടുകൾ കാണും. But somebody needs a faith like Mary. മറിയയെ പോലുള്ള വിശ്വാസം വേണം. Certified people will walk away. സർട്ടിഫൈ ചെയ്യുന്നവർ പോകും. Investigators will walk away. അന്വേഷിക്കുന്നവർ But കടന്നു if പോകും. you have the love towards the Lord, ദൈവത്തോടുള്ള I സ്നേഹം have no place to walk away. എനിക്ക് പോകുവാൻ I have no other place to walk away. മറ്റേ സ്ഥലം
She stood there. അവൾ അവിടെ നിന്നു. She stood there. അവൾ അവിടെ നിന്നു. She, I am not going home. ഞാൻ വീട്ടിൽ I പോകുന്നു. want to see something എനിക്കെന്തോ കാണണം. that other disciples have not seen, ശിഷ്യന്മാർ കാണാത്തത്, that other friends have not seen, സ്നേഹിതർ that കാണാത്തത്, other people have not seen. ജനം I കാണാത്തത്. will stay there ഞാൻ ഇവിടെ നിൽക്കും. until I don't see the unseen one. കാണപ്പെടാത്തത് Oh കാണും. church, I want to tell you, സഭയോട് പറയട്ടെ. God is looking for somebody here ആരെയോ who നോക്കുന്നു. is ready to see the unseen. കാണപ്പെടാത്തത് കാണുമെന്നവൻ. Can you visualize the invisible? അദൃശ്യമായതിനെ നിങ്ങൾ കാണും. Oh, hallelujah. Can church give God glory, honor and praise? Looking into your situation, looking into your family, looking into your report, looking into your children, looking into your church. When everybody is certified, മറ്റാരോ മുദ്രയിടുമ്പോൾ, people certified, ജനം മുദ്രയിടുമ്പോൾ, knowledge people they certified, മറ്റുള്ളവർ എടുത്തു പറയുമ്പോൾ everybody may certify. എല്ലാവരും I don't believe the report of certified people. അങ്ങനെ സർട്ടിഫൈ ചെയ്യുന്നവരുടെ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നു. I don't believe what people say. ജനം പറയുന്നത് ഞാൻ I believe in the report of Jesus. I want to believe in the report of Jesus. Can somebody give God glory? Hallelujah. 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 No matter who believes what, ആരെന്ത് no വിശ്വസിച്ചാലും, matter what disciples talk, ശിഷ്യന്മാർ എന്ത് പറഞ്ഞാലും, no matter what researchers talk, റിസർച്ചുകാർ എന്ത് no പറഞ്ഞാലും, matter what medical doctor talk, ഡോക്ടർമാർ എന്ത് no പറഞ്ഞാലും, matter what my industry talk, എന്റെ ഇൻഡസ്ട്രി എന്ത് പറഞ്ഞാലും, no matter what politics talk, രാഷ്ട്രം എന്ത് പറഞ്ഞാലും, president may talk, പ്രസിഡന്റ് പറയട്ടെ, I believe in the report of Jesus Christ. യേശുവിന്റെ റിപ്പോർട്ടിൽ And he said, അവൻ പറഞ്ഞു, I will never leave you, ഞാൻ നിന്നെ ഒരു കാലത്തും nor yet forsake you. I will be there with you till the end of this age. Your mother may forsake you, your father may forsake you, your husband may forsake you, your wife may forsake you, but here is somebody who is powerful, who is God, and that is Jesus. He will never ever forsake me. If the church will say, Amen. അവൻ നമ്മെ ഒരു നാളും മറക്കുകയില്ല. hallelujah, hallelujah. Can we just give God glory? Come on, give him a big hand and give God glory, honor and praise. ദൈവചനമാനവും Hallelujah. She stood there, അവൾ അവിടെ നിന്നു. and Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു. just go down. Bible says അടുത്ത വാക്യങ്ങളിൽ that she stooped down അവൾ കുനിഞ്ഞു നോക്കി, and she saw, അവൾ കണ്ടു. and that is a curious look. അത് വളരെ ആകാംക്ഷയോട്, That is a curious look. ആകാംക്ഷയോടുള്ള You know what kind of look is that? അതെങ്ങനത്തെ I നോട്ടമാണ്? have the report. എനിക്കൊരു റിപ്പോർട്ട് ഉണ്ട്. It is certified. അത് മുദ്രയിട്ടു. But I want to see another report that is in the invisible world to make it possible into the visible world. അദൃശ്യമായതിലെ നാം സാധ്യമാക്കുന്ന, നമുക്ക് കാണപ്പെടുന്ന, ദൃശ്യമാക്കുന്ന ഒരു റിപ്പോർട്ട്. Can I get somebody in here who have that kind of faith? അങ്ങനെയുള്ള വിശ്വാസം, That kind of faith. അങ്ങനെയുള്ള വിശ്വാസം, Not satisfied with observing look. കാണുന്നത് കൊണ്ട് There are തൃപ്തരാകുന്ന many kinds of Christians who come to church. അനേക ക്രിസ്ത്യാനികൾ സഭയിൽ I can വരാറുണ്ട്. say there are 4 types of Christians in here right now. ഇവിടെയും 4 രീതി ക്രിസ്ത്യാനികൾ. Some just came to observe what is happening. ചിലർ കാണുവാൻ വന്നവർ, Some came to investigate what is happening. ചിലർ പരീക്ഷിക്കുവാൻ വന്നവർ, Some came to write a certificate what is happening. ചിലർ സർട്ടിഫൈ ചെയ്യുവാൻ But വന്നവർ. we need somebody who surpasses observing look, who surpasses investigating look, who surpasses all the understanding look, and look into unseen thing to see in the visible world. എന്നാൽ ഇങ്ങനെയുള്ളതിനേക്കാളൊക്കെ കാണുന്ന, അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന വരുന്നവർ വേണം. Say to your negative thoughts. നിങ്ങളുടെ വിപരീത ചിന്തകളോട്, Say to your negative thoughts. വിപരീത Say to ചിന്തകളോട്, your negative thoughts. വിപരീത ചിന്തകളോട്, In the name of Jesus, യേശുവിൻ I നാമത്തിൽ overcome it. ഞാൻ അതിനെ I see another report. ഞാൻ വേറൊരു I see another report. The report of Jesus Christ. The report of Jesus Christ. People will say, ജനം പറയും, you are defeated. നിങ്ങൾ തോൽക്കും. You are failure. But I see a report. I am not a failure. ഞാൻ തോൽവിയല്ല. I am a success in Jesus' name. I am victorious in Jesus' name. യേശുവിൽ വിജയാളി. That could not hold him. മരണത്തിന് അവനെ Cave could not
keep him. മരണത്തിന് അവനെ Stone could not stop him. കല്ലിന് അവനെ തടയുവാൻ Time could not limit him. ഒന്നിനും അവനെ I believe in that Jesus. I believe in that Jesus. Nothing can stop you. Nothing can stop you. The power of resurrection is here today. Can church give God glory? Believe and see the miracle in your life. വിശ്വസിച്ച് സ്തോത്രം പറയാം. Hallelujah. Hallelujah. See the unseen. അദൃശ്യമായതിനെ കാണുവാൻ. See the invisible. അദൃശ്യമായതിനെ കാണുവാൻ. You know, that is called parakupsein. അതിനെയാണ് പാരാകുപ്സേൻ അല്ലെങ്കിൽ Trying to see the invisible. അദൃശ്യമായതിനെ കാണുവാനുള്ള You know what happened? Investigators left. പരീക്ഷണിക്കാൻ വന്നവർ പോയി. Certifiers, they left. സർട്ടിഫൈ ചെയ്യാൻ വന്നവർ പോയി. And this poor lady, woman, weeping and wailing and seeing, trying to see. പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. And Bible says, ദൈവവചനം ഇങ്ങനെ പറയും, she saw two angels. അവൾ രണ്ട് ദൂതന്മാരെ കണ്ടു. One at the head and second at the feet of Jesus. യേശുവിന്റെ തലഭാഗത്തും പാദപീഠമുള്ള രണ്ട് ദൂതന്മാർ. Most right Reverend Apostle Peter, Right Reverend most Apostle John. You didn't see this? അപ്പോസ്തലനായ പത്രോസോ യോഹന്നാനോ ഉന്നതന്മാരായ ഇവർ ഇത് കണ്ടില്ല. No reverends could see that. ഒരു റെവറൻസിനും ഒരു വലിയ A poor woman. ഒരു പാവം സ്ത്രീ. A poor woman. ഒരു സാധാരണ പാവം സ്ത്രീ. From home, because she cannot live like this. She cannot leave this place like this. You ask Mary, why can't you leave? Ask her, why can't you leave? She will tell you a story. She will say, you know what? I was possessed by evil spirits. 7 into 70 evil spirits. These many evil spirits were upon me. One day this Rabuni came to me. I didn't go to him. He came to me. And he cast out all the demons out of me. How can I leave him? One day he came to me. One day he came to me. Today I am going to him. God needs some believers like this. One day Jesus walked into your life. When you were in need. When you were in pathetic situation. When you were the epitome of death. He walked into you. Now he is demanding. Will you walk unto him? Will you walk unto him? As the Paul says, now to live is Christ. And to die is gain. Hallelujah. Hallelujah. What Peter could not see. What John could not see. Mary saw that. But she was not satisfied. Oh, I am not satisfied with angels. My search is in a higher level search. Don't show me some angels and try to satisfy me. I want to see my Rabuni. You know what Bible says? Jesus ascended to the hell. Jesus ascended to the uttermost part of the earth. Liberated the soul after death. And as he was ascending to heaven, Mary's cry, the cry of Mary, the faith of Mary, stopped Jesus there, compelled Jesus to break his journey and come before Mary Magdalene. And that's the reason why Jesus says, Mary, what have you done? Don't touch me. I have not yet ascended to my Father. You know what is that? That is the power of your faith. That is the faith that discovered the risen Lord. Stopped Jesus there. Compelled Jesus to come. Jesus said, please don't touch me. I am on my way. I am on my way. And the second day, this same Jesus came and said to Thomas, put your finger
into my palm. തോമസിനോട് പറഞ്ഞു എന്റെ കൈയുടെ Because by that time he already did what he had to do. കാരണം അപ്പോൾ താൻ ചെയ്യേണ്ടത് But ചെയ്തു. the faith of Mary മറിയയുടെ വിശ്വാസം stopped Jesus over there. യേശുവിനെ നിർത്തി. Church, സഭയെ we need some parakupsen look. അങ്ങനെ വീക്ഷിക്കുന്നവരെയാണ് ആവശ്യം. Looking the unseen in the seen world. അദൃശ്യമായ Looking the invisible in the visible world. Are you ready to do that today? അങ്ങനെ ഒരുക്കമാണോ? How many of you would love to have that look? അങ്ങനെയുള്ള ദൃശ്യം ആവശ്യമുള്ള എത്ര പേര്? More than an observing believer. വെറും നോക്കുന്നവരല്ല. More than a testing believer. വെറും പരീക്ഷിച്ച് നോക്കുന്നവരല്ല. More than an investigating believer. വെറും അന്വേഷിച്ച് പരീക്ഷിച്ച്. More than a critic believer. വെറും കുറ്റം പറയുന്നവരെക്കാൾ. More than certifying believer. വെറും സർട്ടിഫൈ ചെയ്യുവാനിരിക്കുന്നവരെയല്ല. Let's come to the world of seeing the invisible. അദൃശ്യമായ ദൃശ്യലോകത്തിൽ കാണുന്നത്. Because he is risen. അവൻ ഉയർത്തെഴുന്നേറ്റു. Observers cannot. ഒബ്സർവ് ചെയ്തവർക്ക് കാണുവാൻ കഴിയത്തില്ല. Investigators cannot see him. അന്വേഷിക്കുന്നവർക്ക് കാണുവാൻ കഴിയില്ല. Testers cannot see him. വെറും പരീക്ഷിക്കുന്നവർക്ക് Certifiers cannot see him. സർട്ടിഫൈ It can be seen only by the eyes of faith. വിശ്വാസത്തിന്റെ നയനങ്ങളാൽ. How many of you would love to have that faith today? ആ വിശ്വാസം എത്ര പേര്? Will you look at the cross of Calvary? കാൽവരി ക്രൂശിലേക്ക്. Can I see some hands who need that kind of faith? ആ വിശ്വാസം ആവശ്യമുള്ളവർ. I want to see some hands who really need that faith. ആ വിശ്വാസം ആവശ്യമുള്ള. I need that faith. എനിക്ക് I വിശ്വാസം. need that faith. എനിക്ക് വിശ്വാസം. Today I need that faith. ഇന്ന വിശ്വാസം. How many of you can see you need that faith? എത്ര പേര് പറയും? Lift up the hands in the presence of God. ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി. Hallelujah. Father Lord, we thank you. And we ask that you will give that faith into everyone. ആ വിശ്വാസം എല്ലാവരിലേക്ക് നീ പകരണമേ. Help us to see the risen Lord. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen and amen. Can you give up a big hand to Jesus Christ? ഹല്ലേലൂയ. Lord's table is before us. And I want to tell you, Lord's table is all about cross. It's all about cross. It's all about looking into Jesus. We have bread here. And we have wine here. Bible talks something about it. Let's listen. Reading from 1 Corinthians chapter 11, verse 23 on to 32. For I received from the Lord for what I also passed on to you. The Lord Jesus, on the night he was betrayed, took bread. And when he had given thanks, he broke it and said, "This is my body, which is for you. Do this in remembrance of me." In the same way, after the supper, he took the cup, saying, "This cup is the new covenant in my blood. Do this whenever you drink it in remembrance of me. For whenever you eat this bread and think